friends, welcome to family backbench couple. അപ്പോൾ ഇന്നും ഞാൻ തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ചട 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 ചടേന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. വേറെ ഒന്നുമില്ല ഗൈസ്, മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വെള്ളം ഇങ്ങനെ ബക്കറ്റിൽ വീണുകൊണ്ടിരിക്കുന്ന സൗണ്ടാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇല്ല സമയത്ത് ഈ വൈകുന്നേരം വരുന്ന സമയത്ത് ഓഫീസ് വിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചൂടോടെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്ക് വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ വരാറുള്ള സമയത്ത് ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങളായിട്ട് അത് പങ്കുവയ്ക്കുന്നത്. പക്ഷെ അത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും ട്രൈ ചെയ്യാന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കും. ഇപ്പോൾ ഇടയിൽ മസാല ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം അത് ഫസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ആയിരുന്നു. പക്ഷെ അത് അടിപൊളിയായിട്ട് വരുന്നത്. ഇതുവരെയായിട്ട് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഏട്ടനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഏട്ടനെ കൊണ്ടും പറയിപ്പിക്കില്ല. ഏട്ടനെ തോന്നിയെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. കാരണം ഞാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ പറയും സ്വയം പൊക്കിടങ്ങൾ പൊക്കി അങ്ങോട്ട് ഇതാക്കുന്നത് അല്ല. ഞാൻ സത്യസന്ധമായി പറയണം. ഇപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യുകയാണെങ്കിലാണെങ്കിൽ ശരി, ഞാൻ ഇവിടെ ട്രൈ ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളാണ് ശരി, ഫസ്റ്റ് പ്രാവശ്യം പൊതുവേ മിക്ക ആൾക്കാർക്ക് ഫ്ലോപ്പ് ആവാറുണ്ടെന്ന് കേട്ടു. പക്ഷെ എനിക്ക് ഇതുവരെയായിട്ട് ഫസ്റ്റ് പ്രാവശ്യം ഉണ്ടാക്കിയില്ല ഏതും അങ്ങനെ ഫ്ലോപ്പല്ല. ആകെ ഒരു പ്രാവശ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് മാത്രമാണ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത്. ടേസ്റ്റൊക്കെ വന്നു, പക്ഷെ ഒരു സോഫ്റ്റ്നെസ് വന്നില്ല. പക്ഷെ അത് രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിട്ട് വന്നു. അങ്ങനെ അതല്ലാണ്ട് എനിക്ക് വേറെ ഏത് സ്നാക്സ് ആയിക്കോട്ടെ എന്തെങ്കിലും സ്വീറ്റ്സ് ആയിക്കോട്ടെ അങ്ങനെ എനിക്ക് ഫ്ലോപ്പായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോസിൽ ഇങ്ങനത്തെ ഓരോ ഞാൻ ട്രൈ ചെയ്ത സാധനങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും, ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിഷയം, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ തന്നെയാണ്. അതൊരു സ്വീറ്റാണ്. സ്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ റവ കേസരി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഓരോ സ്റ്റൈലിലായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊക്കെ ഈ കാണുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയ സാധനം തന്നെ ആയിരിക്കാം. ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ രീതിക്ക് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളായിട്ട് എന്നാലും പങ്കുവയ്ക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഈ ഇടയിൽ റിലേറ്റീവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിയുന്ന സമയത്ത് അവരുടെ കല്യാണത്തിൽ ഇങ്ങനെ തലേ ദിവസം ഇങ്ങനെ കേസിലേക്ക് ഉണ്ട്. അപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ അവിടുത്തെ ആളെ തന്നെയാണ് കുക്കിങ്ങിന് പാചകം ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ അവർക്ക് പോയി ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കേസിയുടെ കുട്ടൻസ് എങ്ങനെയാണ്, അത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത് അന്ന രീതിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, അത് ഒരു പ്രാവശ്യം വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അങ്ങനെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അത് വീട്ടിലുണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ചേച്ചിയുടെ അമ്മയുടെ ഇടയിൽ പിറന്നാൾ വന്നപ്പോൾ അവർക്കും ഞാൻ ഉണ്ടാക്കി അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. നിങ്ങളും അത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്നത് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ഞാനിങ്ങനെ ചറവറാന്ന് സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ ഒട്ടും ചിലവില്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണും വേണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും വേണ്ട, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട്. അപ്പോൾ ഒരു കപ്പ് റവയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. റവയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ അതിനനുസരിച്ചിട്ട് 1 കപ്പ് പഞ്ചസാര, അതാണ് കറക്റ്റ് മധുരം. പിന്നെ ഇതിന് 1 കപ്പ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ളൊരു അളവിലാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ 2 ഏലയ്ക്ക, പിന്നെ ഫുഡ് കളർ ആവശ്യമില്ല. ഫുഡ് കളർ ഞാനിപ്പോൾ ഒരു റെഡ് കളർ എടുത്തിരിക്കുന്നത്. ഫുഡ് കളർ അവോയ്ഡ് ചെയ്യുക, അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി കളറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടി എടുത്തിട്ടുണ്ട്, സാധാരണ നമ്മുടെ കുക്കിംഗ് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചട്ടിയിൽ ഇതപ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിൽ ഇട്ടിട്ട് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ റവ നന്നായിട്ട് വറുത്ത് ഒന്ന് കളറ് മാറുന്ന വരെ ഈ ഒരു കളറ് വരെ ഒന്ന് വറുത്തെടുത്തിട്ട് അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ ചീനച്ചട്ടി തന്നെ നമുക്ക് ആ റവ മാറ്റിയതിന് ശേഷം കുറച്ചും കൂടി 1 സ്പൂണും കൂടി നെയ്യ് ആഡ് ചെയ്തിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിയെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. അതും വറുത്തപ്പോൾ ഈ ഒരു കളറ് മാറിയതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം അതേ ഇതിൽ തന്നെ നമ്മൾ നേരത്തെ വെച്ച 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അപ്പോൾ എടുത്ത് വെച്ച കുക്കിംഗ് ഓയിലും കൂടിയിട്ട് ചേർക്കുക. കുറച്ച് മതി കേട്ടോ.
കുക്കിംഗ് ഓയിലും കൂടി ചേർത്തതിന് ശേഷം പിന്നെ 2 ഏലക്കയും കൂടി ചേർത്ത് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക ചേർക്കുന്നത്. പിന്നെ കുറച്ച് കളർ പൊടിയും ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കുക, കളർ പൊടി അവോയ്ഡ് ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിങ്ങനെ തിളച്ച് വരണം. എന്നിട്ട് വേണം നമുക്ക് നമ്മൾ വറുത്ത് വെച്ച റവ അതിൽ ഇടാൻ. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ വറുത്ത് വെച്ച റവ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അത് കയ്യോടെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കട്ടകളൊക്കെ മാറുന്ന വരെ ഒന്ന് അതൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കയ്യോടെ ഇളക്കണം കേട്ടോ, റവ ഇട്ട ഉടനെ ഇളക്കണം, അല്ലെങ്കിൽ അങ്ങനെ നല്ലോണം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ ഒന്ന് ഒരു സെറ്റാക്കണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഒരു മീഡിയമായിട്ടൊന്ന് കട്ടായിട്ട് വരും. അങ്ങനെ കട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിൽ പാകത്തിന് നമുക്ക് പഞ്ചസാര അപ്പളെ എടുത്ത് വെച്ച പോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതായത് ഞാൻ 1 കപ്പ് റവയ്ക്ക് അപ്പളെ പറഞ്ഞ പോലെ തന്നെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് കറക്റ്റ് മധുരം. ഇതിനെക്കാട്ടിലും ഇനി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരുപാട് ഓവർ മധുരവും. അങ്ങനെ മധുരം ഇഷ്ടമുള്ള ആൾക്കാർ ഇട്ടോളൂ. ഇതാണ് പക്ഷേ കറക്റ്റ് മധുരം. അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം അതൊന്ന് മെൽട്ടായിട്ട് വരും. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മെൽട്ടായിട്ട് വരും. അതിനുശേഷം നമുക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് പിന്നെയും കുറച്ച് കട്ടകൾ ബാക്കിയുണ്ട്. അപ്പോൾ അതിനെയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് 1 മിനിറ്റോളം അതൊന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് വേവുന്ന രീതിയിൽ റെഡിയാക്കാം. അതിനുശേഷം 1 മിനിറ്റിന് ശേഷം നമ്മളിതാ പെർഫെക്റ്റ് കേസരി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കേസരി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തുറന്നതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അപ്പളെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇട്ടതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി നമുക്ക് നെയ്യും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ ബട്ടർ ഉപയോഗിക്കണം കേട്ടോ, നെയ്യ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കേസരിക്ക് നെയ്യ് തന്നെ ആയിരിക്കും നല്ലത്. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. നമ്മുടെ ചൂട് കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ആവിയൊക്കെ അങ്ങോട്ട് പറക്കണം കണ്ടോ. അപ്പോൾ ചൂട് കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.